അസ്സലാമു വെൽക്കം ടു എമ്മി കിച്ചൺ. ഇന്ന് ഞാനൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. പെപ്പർ ചിക്കൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, സവാളയൊന്നും വഴറ്റിയെടുക്കാതെ ഉണ്ടാക്കുന്ന ഒരു പെപ്പർ ചിക്കനാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി 3/4 കിലോ ചിക്കൻ ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 മീഡിയം സൈസ് സവാളയും ഒരു വലിയ തക്കാളിയും കൂടി ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. അതിൽ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ച് ചിക്കനിലേക്ക് എല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് എരിവിന് പെപ്പറാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അവസാനമാണ് നമ്മൾ പെപ്പർ ചേർത്ത് കൊടുക്കുക. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ നമ്മളിതൊന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി സവാളയൊക്കെ വെന്ത് കിട്ടുന്ന രീതിയിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒന്ന് അടിയൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, വെള്ളമുള്ളത് കൊണ്ട് തന്നെ അടിയൊന്നും പിടിക്കുന്നില്ല, എന്നാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് സവാളയും തക്കാളിയൊക്കെ വെന്ത് കിട്ടുന്ന രീതിയിൽ ഞാനിപ്പോൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കഷ്ണം പട്ടയും 2 കരയാമ്പൂ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഞാനിതിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയിലയും കുറച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് നമുക്കിതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാളയുടെ ഒരു കാൽ ഭാഗമൊക്കെ എടുത്തിട്ടുള്ളത് ഒന്ന് ചെറിയ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ, വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിലേക്കൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഈ വേവിച്ച് വെച്ച ചിക്കനില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. സവാളയും വെന്ത് വന്നിട്ടുണ്ട്, വെള്ളവും വറ്റിയിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കൂടി പെപ്പർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സ്പൈസി ആവാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവിയോടുകൂടി ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് കുറച്ചൊരു കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. അതല്ല, ഞാനിപ്പോൾ കോൺഫ്ലവർ കലക്കി ചേർക്കുന്നില്ല. ഇതൊന്ന് കുറച്ച് തിക്കായിട്ട് ഇങ്ങനെ എന്താണ് ചിക്കനിലേക്ക് മസാല ഇങ്ങനെ പിടിച്ചിരിക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഗ്രേവി ഇല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഒരു കുഴഞ്ഞ രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ തന്നെ കോൺഫ്ലവർ കലക്കി വെച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ചിക്കൻ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ച് അത്യാവശ്യത്തിനുള്ള എരിവൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഒരു പെപ്പർ ചിക്കനൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.